നമ്മുടെ ഈ വെറ്ററിനറി കോഴ്സിന് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർ ആ ഒരു കോഴ്സിന് പോവുകയാണെന്നുള്ളത് നേരത്തെ ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ? പൊതുവെ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. മേ ബി 10th മുൻപ് തന്നെ അവർ ഇതിനെ പോവുള്ളൂ അതെ, അതെ. എന്ന്. അതെ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് ഇനിയും 4-5 മാസത്തോളം നീറ്റ് എക്സാമിനുണ്ട്, വെറ്ററിനറിയുടെ ആപ്ലിക്കേഷൻ ടൈമുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ വെറ്ററിനറി ഉറപ്പിച്ച് വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്താണ് നമുക്കിപ്പോൾ ഈസി ആയിട്ട് അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ എടുക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം നീറ്റ് എക്സാം എഴുതിയിരിക്കണം. കാരണം കമ്പൽസറി ആയിട്ട് നീറ്റ് ക്വാളിഫൈഡ് ആയവർക്ക് വെറ്റിനറി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അല്ലെങ്കിൽ NRI കോട്ടയായിരിക്കണം. ക്വാളിഫൈഡ് ആയിരുന്നാൽ മതി. 113 അല്ലെങ്കിൽ 144 കഴിഞ്ഞ വർഷത്തെ എക്സാം വെച്ചിട്ടുള്ള മാർക്കുള്ളവർക്ക് വെറ്റിനറി എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു 45 ഒക്കെയാണ് മിക്ക കോളേജുകളുടെ ഫീസ് വരുന്നത്. 45 lakh ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, AC അക്കോമഡേഷൻ ഉൾപ്പെടെ. അതെ. പക്ഷെ നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 37 36 അത് കറന്റ്ലി എത്രയാണോ പാക്കേജ്? അത് നിയർലി പ്രീവിയസ് ഇയറിലെ ഒരു പാക്കേജ് ഇയറിലോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലോ ട്രെൻഡ് വെച്ചൊക്കെ പൈസ കുറച്ച് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് പൊതുവെ. അതെ. ആദ്യത്തെ നീറ്റിന് മുമ്പ് വരെ നമുക്ക് ഈ പറഞ്ഞ നീറ്റ് എക്സാം കഴിയുന്നോടം വരെ നമുക്ക് ഈ പറഞ്ഞൊരു 36 37 ഏറ്റവും പ്രീമിയം കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വെറ്റിനറിയെ സംബന്ധിച്ച്. വേറെ ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും വെറ്ററിനറി പോകാൻ തീരുമാനിച്ചേക്കുന്നവരാണ്, അറിയാലോ. വെറ്ററിനറി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം MBBS ഗവൺമെൻറ് എടുക്കുന്ന പോലെ ടഫാണ്. നിങ്ങൾക്കൊരു 520 530 ആ റേഞ്ച് ഉണ്ടെങ്കിൽ പോലും കിട്ടത്തില്ല. ഒരു 600 റേഞ്ചിലേക്ക് സ്കോർ ഉണ്ടെങ്കിലാണ് വെറ്ററിനറി കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു റേഞ്ചിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ. പേരൻസിന് അറിയാം, കുട്ടികൾക്കും അറിയാം. അല്ല, ഈ +2 കഴിഞ്ഞിട്ട് വെറ്റിനറി മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രൈവറ്റിൽ പോകാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പ്രൈവറ്റിൽ പോകുക തന്നെയാണ് എപ്പോഴും ബെറ്റർ. കാരണം ഒരു ഗവൺമെൻറ് സീറ്റ് ഫെച്ച് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞ പോലെ 600 അല്ലെങ്കിൽ 550 അബവ് സ്കോർ വേണം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഇയർ വേസ്റ്റ് ചെയ്യാണ്ട് എപ്പോഴും ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ നീറ്റ് മാത്രം ഒന്ന് ക്വാളിഫൈ ആയി ഈ പറഞ്ഞ നീറ്റ് ക്വാളിഫൈ ആണുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നീറ്റ് ക്വാളിഫൈ ആയി ഈ ഇയറിൽ തന്നെ പ്രൈവറ്റിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് തന്നെ അഡ്മിഷൻ. കാരണം ഇതിനകത്തൊരു കോളേജ് ഗ്രേഡിംഗ് പോലും ഇല്ല. ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ക്വാളിഫൈ ആവുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് തരാം. അത് മിനിമം ഒരു 5 to 7 lakh എങ്കിലും അല്ലേ സേവ് ചെയ്യാനായിട്ട് 100% പറ്റും. ഇൻ കേസ് ഇവർ ക്വാളിഫൈ ആയില്ലെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് 1 രൂപ പോലും കുറവില്ലാതെ റീഫണ്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരു 5 days നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല NRI കാറ്റഗറിപ്പെട്ട സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നീറ്റ് എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വെറ്റിനറി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെയുള്ള ഡിസ്കൗണ്ട്സ് എല്ലാം കിട്ടും. അത് കൂടാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ NRI കോട്ടയിലാണ് ബുക്ക് ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയി നിങ്ങൾക്ക് നോർമൽ മെറിറ്റ് കോട്ടയിൽ നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴും നിങ്ങൾക്ക് ഈ സെയിം ഈ പറഞ്ഞ ഓഫേഴ്സ് എല്ലാം കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് എല്ലാം കിട്ടാനുള്ള സബ്സിഡി ഫീസ് ഫുള്ളൊന്നുമില്ല, ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് പോലെ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഫീസ് ലോക്ക് ചെയ്യാന്നുള്ളത് മാത്രം. അതെ. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 year ആയിട്ട് 200+ മലയാളി വെറ്റിനറി സ്റ്റുഡൻസിന്, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമൊക്കെ വിട്ട സ്റ്റുഡൻസ് ഇപ്പോൾ അവരിപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയി, ഇപ്പം കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ്. സോ 200+ മലയാളി വെറ്റിനറി ഡോക്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 yearൽ. അപ്പോൾ അതിൽ ആരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിലും നിങ്ങളുടെ ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് വിത്തിൻ 20 kilometer റേഡിയസിൽ ഉറപ്പായിട്ടും ഒരു വെറ്റിനറി പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ നിങ്ങൾക്ക് തരാൻ പറ്റും. സോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. എനി ഡൗട്ട്സ് അബൌട്ട് വെറ്റിനറി യു ക്യാൻ ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. താങ്ക് യു.